ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5-ാമത്തെ സ്കന്ധത്തിലെ 63-ാമത്തെ കഥയാണ്. ഭരതൻ്റെ ബ്രാഹ്മണ ജന്മം. അങ്കിരസിൻ്റെ ഗോത്രത്തിൽ പിറന്ന ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണന് 9 പുത്രന്മാർ ജ്യേഷ്ഠപത്നിയിലും 1 പുരുഷനും 1 സ്ത്രീയും കനിഷ്ഠാപത്നിയിലും ജനിച്ചു. അതിലുണ്ടായ പുരുഷൻ മൃഗശരീരം ഉപേക്ഷിച്ചു വന്ന രാജർഷിയായ ഭരതൻ്റെ പുനർജന്മമായിരുന്നു. അത് ഭരതൻ്റെ അവസാനത്തെ ജന്മമാണെന്നും പറയപ്പെടുന്നുണ്ട്. ബ്രാഹ്മണനായി ജന്മമെടുത്ത ആ ബാലൻ ഭഗവാനെ ധ്യാനിച്ചും സ്മരിച്ചും കീർത്തിച്ചും ആ പാദപത്മങ്ങളെപ്പറ്റി ചിന്തിച്ചും കാലം കഴിച്ചു. അവൻ ലോകർക്ക് മുൻപിൽ ഉന്മത്തനെപ്പോലെയും ജഡനെപ്പോലെയും അന്ധനെപ്പോലെയും ബധിരനെപ്പോലെയും തോന്നത്തക്ക വിധം ജീവിച്ചു പോന്നു. പുത്രസ്നേഹിയായ ആ ബ്രാഹ്മണൻ അവൻ്റെ സമാവർത്തന പര്യന്തമുള്ള സംസ്കാരങ്ങളെല്ലാം യഥാവിധി നടത്തുവാൻ നിശ്ചയിച്ചു. അവനെ ശൗചവും ആചമനവും മറ്റും പഠിപ്പിച്ചു. പക്ഷേ അതിലൊന്നും പുത്രന് താല്പര്യമില്ലായിരുന്നു. പിതാവ് 4 മാസക്കാലം ഗായത്രി പഠിപ്പിച്ചിട്ടും അവനത് തെറ്റുകൂടാതെ പഠിക്കുവാൻ സാധിച്ചില്ല. എന്നിട്ടും പഠിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് കരുതി ആ പിതാവ് അവനെ ശൗചം, അധ്യയനം, വ്രതങ്ങൾ, നിയമങ്ങൾ, ഗുരുശുശ്രൂഷ, ഹോമം മുതലായവയെല്ലാം പഠിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. എല്ലാം കർമ്മഫലമാണെന്ന് കരുതി ആ ബ്രാഹ്മണൻ ജീവൻ വെടിഞ്ഞു. അനുജത്തിയായ ബ്രാഹ്മണപത്നി തൻ്റെ സന്തതികളെ സപത്നിയെ ഏൽപ്പിച്ച് സതി അനുഷ്ഠിച്ച് ഭർത്തൃലോകത്തിലേക്ക് പോയി. പിതാവ് മരിച്ചതിനെ തുടർന്ന് അനുജൻ്റെ പ്രഭാവമറിയാത്തവരും പരവിദ്യ അറിയാതെ അപരവിദ്യയിൽ മാത്രം പണ്ഡിതന്മാരുമായ സഹോദരന്മാർ ഇവനെ ജഡൻ എന്നു കരുതി പഠിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ബുദ്ധിശൂന്യരായവർ ഇദ്ദേഹത്തെ ഉന്മത്തനെന്നും ജഡനെന്നും ബധിരനെന്നും വിളിച്ചു. മറ്റുള്ളവർ പറയുന്നത് പോലെ അവൻ പ്രവർത്തിച്ചു. മാനാപമാനങ്ങളിൽ താല്പര്യം കാണിച്ചില്ല. കിട്ടുന്ന ഭക്ഷണം കഴിച്ചു. ഇന്ദ്രിയപ്രീതിക്കായി ഒന്നും ചെയ്തില്ല. ഏതു കാലാവസ്ഥയിലും കാളയെപ്പോലെ ഒരു ആവരണവുമില്ലാതെ നിലത്തു കിടന്നു. കുളിക്കാറില്ല. സംസ്കരിക്കാത്ത രത്നം പോലെ ബ്രഹ്മതേജസ് അറിയപ്പെടാത്ത നിലയിലായി. മുഷിഞ്ഞ വേഷം ധരിച്ച് ചളി കെട്ടിയ പൂണൂലിട്ട് ധ്വജനെന്നും ബ്രാഹ്മണാധമനെന്നും വിളിക്കപ്പെട്ട് അപമാനിതനായി സർവത്ര അദ്ദേഹം ചുറ്റി നടന്നു. ആഹാരം വേണമെന്ന് തോന്നുമ്പോൾ പാടത്തുപോയി പണി ചെയ്യും. എന്നാൽ തൊഴിൽ ചെയ്യുമ്പോൾ ശ്രദ്ധയില്ല. കൂലിയായി കിട്ടുന്നത് പിണ്ണാക്കോ പതിരോ എന്തായാലും അമൃത് പോലെ അദ്ദേഹം തിന്നും. ഒരിക്കൽ ഒരു വൃഷളപതി പുത്രനുണ്ടാകുവാൻ മോഹിച്ച് ഭദ്രകാളിക്ക് നരബലി കൊടുക്കുവാൻ ഒരുങ്ങി. പക്ഷെ ബലിയർപ്പിക്കാൻ കരുതിയ വ്യക്തി ബന്ധനത്തിൽ നിന്ന് മുക്തനായി ഓടിപ്പോയി. കിങ്കരന്മാർ അവനെ കണ്ടെത്താൻ എല്ലായിടത്തും തിരഞ്ഞു നടന്നു. അപ്പോഴാണവർ കൃഷിസ്ഥലം കാത്തുകൊണ്ടിരിക്കുന്ന അങ്കിരസിൻ്റെ വംശജനായ ധ്വജവരനെ കാണാനിടയായത്. ലക്ഷണമൊത്ത അയാൾ ബലിക്ക് യോഗ്യനാണെന്ന് അവർ കരുതി. വൃഷളപതിയുടെ കിങ്കരന്മാർ മതിച്ച് കൂത്താടി ബലിപുരുഷനെ കയറുകൊണ്ട് ബലമായി ബന്ധിച്ച് യജമാനൻ്റെ മുന്നിലേക്ക് എത്തിച്ചു. ബലി മുടങ്ങാതെ നടത്തുവാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷിച്ചു. ബലികർമ്മം യഥാവിധി നടക്കട്ടെ. രാജാവ് ആചാര്യന് ആജ്ഞ നൽകി. കിങ്കരന്മാർ ബലിപുരുഷനെ ദേവീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ദേവീ സന്നിധിയിൽ ബലി കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. മൃദംഗാദി വാദ്യഘോഷങ്ങൾ മുഴങ്ങി. കിങ്കരന്മാർ പുരുഷപ്പശുവിനെ കുളിപ്പിച്ചു. അവനെ പുത്തൻ പട്ടുവസ്ത്രങ്ങൾ ഉടുപ്പിച്ചു. കുറിക്കൂട്ടുകൾ കൊണ്ട് അലങ്കരിച്ചു. ധൂപദീപാദികളോടെ ആചാര്യൻ അവനെ മന്ത്രപുരസരം ബലിപുരുഷനായി സങ്കല്പിച്ച് കാളീക്ഷേത്ര നടയിലെ ബലിപീഠത്തിൽ കൊണ്ടിരുത്തി. കർമ്മങ്ങൾ ആരംഭിച്ചു. വൃഷളരാജാവിൻ്റെ കൊട്ടാരാചാര്യൻ പുരുഷപ്പശുവിൻ്റെ ചുടുരക്തം കൊണ്ട് കാളിയെ യജിക്കാൻ മൂലമന്ത്രം ജപിച്ച് മൂർച്ചയുള്ള വാൾ കയ്യിലെടുത്ത് ദ്വിജോത്തമന് നേരെ ഉയർത്തിക്കൊണ്ട് ഗർജിച്ചു. പെട്ടെന്ന് ഒരു ഇടിമുഴക്കം ഉയർന്നു. രജസ്തമ പ്രകൃതികളായ വൃഷളന്മാർ നിശ്ചലരായി. മതിച്ച് ആർത്തുവിളിച്ച് ആനന്ദനൃത്തം ചെയ്തുകൊണ്ടിരുന്നവരുടെ ചലനം നിലച്ചു. ക്രൂരകർമ്മം കണ്ട് സഹിക്കാൻ കഴിയാതെ ഭദ്രകാളി വിഗ്രഹം വിട്ട് പുറത്തു വന്നു. ജ്വലിക്കുന്ന ബ്രഹ്മതേജസ് സർവത്ര പരന്നു. കാളിയുടെ അട്ടഹാസം കേട്ട് ബ്രഹ്മാണ്ടം നടുങ്ങി. ധർമ്മമാർഗം വിട്ട് പ്രവർത്തിക്കുന്ന മര്യാദയില്ലാത്തവർ നിലംപതിച്ചു. ഹിംസയിൽ വിഹരിക്കുന്ന ദുഷ്ടന്മാർ തളർന്നു വീണു. കാളിയുടെ ഭീകര രൂപം കണ്ട് ദുഷ്ടന്മാർ മിഴിച്ചു നിന്നു. ഒരു നിമിഷം ദേവി ദുഷ്ടന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തി ചുടുചോര കുടിച്ച് മതിച്ച് നൃത്തം ചെയ്തു. അവരുടെ ശിരസ്സുകൾ കൊണ്ട് പന്താടിക്കളിച്ചു.
ദേവന്മാരും ഋഷിമാരും ദേവിയെ പാടി സ്തുതിച്ചു. മഹാന്മാരുടെ നേർക്കു ചെയ്യുന്ന അതിക്രമം ആത്മനാശത്തിന് കാരണമാകുമെന്ന് കഥ വ്യക്തമാക്കുന്നു. തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുവാൻ ഭഗവാൻ ശ്രീഹരി സദാ ജാഗരൂകനാണെന്നും തെളിഞ്ഞു. തലവെട്ടുന്ന വേളയിൽ പോലും ഭഗവത് ഭക്തന്മാർക്ക് ലേശം പോലും ഭയമുണ്ടാകില്ലെന്ന് ഒരു ആശ്ചര്യ സംഭവമല്ല. ഭാഗവതന്മാരെ പരിരക്ഷിക്കുവാൻ എന്നും ഭക്തവത്സലനായ ഭഗവാൻ ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും നമ്മളെക്കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യണം. അല്ലാതെ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. കുറേ ഈ രാക്ഷസന്മാരെ കുടിച്ചും കളിച്ചും ഭക്ഷണം കഴിച്ചും നടന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവത് ഭക്തന്മാരെ നമ്മൾ സേവിക്കുക. കുട്ടികൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളാൽ കഴിയുന്ന ഒരു കഥയെങ്കിൽ ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.